മനസ്സിലാക്കിയില്ല, മനുവിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കിയില്ല. മനുവിൻ്റെ നിയമങ്ങളാണ് രാജ്യത്തിന് ആവശ്യം. അത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പണ്ഡിതർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടനയെ തന്നെ തള്ളിപ്പറയായിരുന്നു. മാത്രമല്ല, സവർക്കർ മനുവിൻ്റെ നിയമമാണ് ഹിന്ദുവിൻ്റെ നിയമം എന്ന് പറയുകയും ഭരണഘടന അംഗീകരിക്കാൻ പറ്റുന്നതല്ല എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഇത് പാശ്ചാത്യരുടെ ആശയമാണ് ഭരണഘടനയിലുള്ളത്, നമ്മുടെ രാജ്യത്തിൻ്റേതായ ഒന്നും ഉൾക്കൊള്ളാൻ ഭരണഘടനയ്ക്കായില്ല എന്നും RSS പറഞ്ഞു വെച്ചു. അന്ന് തൊട്ട് ഭരണഘടനയ്ക്കെതിരെ, മതനിരപേക്ഷതയ്ക്കെതിരെ ശക്തമായ പ്രചരണം അഴിച്ചുവിടുകയും നിലപാടെടുക്കുകയും ചെയ്തവരാണ് സംഘപരിവാർ. ഇവിടെ മതനിരപേക്ഷതയുടെ പ്രത്യേകത എന്താ? എല്ലാവർക്കും തുല്യ അവകാശത്തോടെ ഇവിടെ ജീവിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം, ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതുമാകാം. എല്ലാവർക്കും തുല്യ അവകാശമാണ്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിലെ നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയും ഭരണഘടന ഉറപ്പു നൽകുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, രാജ്യത്തെ പൗരർക്കല്ലാതെ ഭരണഘടന ഉപയോഗിച്ച വാക്ക് ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികളെന്നാണ്. അത് പൗരരാകാം, പൗരരല്ലാത്തവരാകാം. ആരായാലും ഇന്ത്യയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് നിയമത്തിന് മുന്നിൽ തുല്യതയും പരിരക്ഷയുമുണ്ട്. ഇതാണ് ഭരണഘടന നൽകുന്ന ഉറപ്പ്. മതനിരപേക്ഷതയുടെ ആശയത്തിന് തീർത്തും എതിരായ, ഭരണഘടനയുടെ പൊതുവായ സങ്കല്പത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും എതിരായ ഒരു നിലപാട് തുടക്കം മുതൽ RSS സ്വീകരിച്ചു വരുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്നതാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്നത് RSS പറയുന്ന ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് എടുത്തതല്ല. അവർ വളരെ പ്രധാനപ്പെട്ടതെന്ന് കാണുന്ന വേദേതിഹാസങ്ങളിൽ നിന്ന് കിട്ടിയതുമല്ല. എവിടുന്നാണ് ആഭ്യന്തര ശത്രുക്കൾ എന്ന പുതിയ സംജ്ഞ RSSന് കിട്ടിയത്? ലോകത്ത് ഒരു രാഷ്ട്രം ഈ നിലപാടെടുത്തിരുന്നു. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ. ആ നിലപാട് ജർമ്മനിയിൽ ഹിറ്റ്ലറും നാസിസവുമാണ് എടുത്തത്. ഹിറ്റ്ലർ അന്ന് പ്രഖ്യാപിച്ച ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കൾ ജൂതരും ബോൾഷെവിക്കുകളുമായിരുന്നു. ഹിറ്റ്ലറുടെ അതേ വാചകമാണ് RSSൻ്റെ ആശയമായി സ്വീകരിക്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളായി RSS ഇവിടെ പറഞ്ഞത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും
രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണെന്നാണ്. ഇത് ഹിറ്റ്ലറുടെ വാചകത്തിൻ്റെ നേർപകർപ്പാണ്. ജൂതര് അവിടുത്തെ ന്യൂനപക്ഷമാണ്. ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിൽ പ്രബലമാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും. ഹിറ്റ്ലർ പറഞ്ഞ ബോൾഷേവിക്കുകാർ അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേരാണ് ബോൾഷേവിക്ക്. ഇവിടെ RSSനത് കമ്മ്യൂണിസ്റ്റുകാർ തന്നെയായി. അപ്പോൾ ഹിറ്റ്ലറുടെ ആശയം സ്വീകരിച്ചു എന്നുള്ളത് മാത്രമല്ല, നാം ഉൾക്കൊള്ളേണ്ട കാര്യം ഹിറ്റ്ലർ നടപ്പാക്കിയ രീതിയുണ്ട്. ലോകമാകെ വിറങ്ങലിച്ചു പോയ അന്നത്തെ ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ നാസിസം കാണിച്ച ബീഭത്സമായ കുറ്റകൃത്യങ്ങൾ, കൂട്ടക്കശാപ്പ്, തീർത്തും മനുഷ്യത്വരഹിതമായ നടപടികൾ, ലോകമാകെ അതിനെ അപലപിച്ചു. പക്ഷേ ലോകത്ത് ഹിറ്റ്ലറുടെ നടപടിയെ വാഴ്ത്തിയ ഒരു കൂട്ടരേ ഉള്ളൂ. അത് ഇന്ത്യയിലെ RSS ആണ്. RSS പ്രഖ്യാപിച്ചത് രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന് ജർമ്മനി ഉദാത്തമായ മാതൃക കാണിച്ചിട്ടുണ്ട്. അത് അനുകരണീയമായ മാതൃകയാണ്. ആ മാതൃക ഇന്ത്യയിൽ നടപ്പാക്കാനാണ് RSS നിലകൊള്ളുന്നതെന്ന് പച്ചയായി പറഞ്ഞു വെച്ചു. ഈ നയത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ഒരുപാട് ന്യൂനപക്ഷ വേട്ടകൾ നടന്നിട്ടുണ്ട്. മുസ്ലിമിനെതിരെയാണ് ധാരാളം. ഇപ്പം ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ ക്രിസ്ത്യാനിക്കെതിരെയായിരുന്നു വംശഹത്യയുടെ നടപടികളുണ്ടായത്. എല്ലാം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായിട്ടാണ്. സംഘപരിവാറിന് ഇത്തരം കാര്യങ്ങളിൽ നാസിസത്തിൻ്റെ നിലപാടാണുള്ളത്. നാസിസം ജൂതരെയാണ് അവിടെ കൈകാര്യം ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇന്ത്യയിൽ മുസ്ലിമിനെ ലക്ഷ്യമിട്ടാണ് RSS കാര്യങ്ങൾ നീക്കുന്നത്. അതിൻ്റെ ഭാഗമായി സ്വീകരിച്ച നടപടി മതേതര രാഷ്ട്രത്തിന് ഒരു തരത്തിലും സ്വീകരിക്കാൻ പാടില്ലാത്ത നടപടിയാണ്. അതാണ് പൗരത്വം മതാടിസ്ഥാനത്തിൽ നിർണ്ണയിക്കാനുള്ള തീരുമാനം. ലോകത്ത് ഒരു പരിഷ്കൃത രാജ്യവും മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെൻറ് തീരുമാനത്തിനെതിരെ ലോകരാഷ്ട്രങ്ങൾ രംഗത്ത് വന്നത്. ഇന്ത്യയെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി അമേരിക്കയെ പീഡിപ്പിക്കാനുള്ള നടപടിയാണ് BJP ഗവൺമെൻറ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ നടപടി അമേരിക്കക്ക് പോലും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. പരസ്യമായി പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയ നടപടിയെ അമേരിക്ക അപലപിച്ചു, ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചു, ഐക്യരാഷ്ട്രസഭ പോലുള്ള ലോക സംഘടനകൾ അപലപിച്ചു. ചുരുക്കത്തിൽ ലോകത്ത് ഇന്ത്യ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായി. പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ രാജ്യത്ത് കഴിയാത്ത ഒരു കൂട്ടരേയുള്ളൂ. മതനിരപേക്ഷതയുടെ ഭാഗമായി നിലകൊള്ളുന്ന എല്ലാവരും
ഇതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മതനിരപേക്ഷമാണെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിന് ഒരു ഘട്ടത്തിലും ഇതിനെ തള്ളിപ്പറയാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഇതിനെതിരെ രംഗത്ത് വന്നവർ പിന്നീട് അവരെ പിൻവലിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. കേരളമാണല്ലോ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ ആ ഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനത്തോടെ നിന്നില്ല. എല്ലാവരെയും കൂടെ നിർത്താനാണ് നാം ശ്രമിച്ചത്. അതിൽ കൂടെ നിന്നവരായിരുന്നു കോൺഗ്രസും പ്രതിപക്ഷവും. നാം തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമുണ്ട്, എല്ലാവരും ഉണ്ട്. സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് നേതാക്കളുമുണ്ട്, എല്ലാവരും ഉണ്ട്. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു, പ്രതിപക്ഷ നേതാക്കളെല്ലാം പങ്കെടുത്തു. ഏകണ്ഠമായാണ് അവിടെ പ്രമേയം അംഗീകരിച്ചത്. എല്ലാം ഒന്നിച്ചാണ്. ഇതെല്ലാം ഒന്നിച്ച് ചെയ്തവർക്ക് പിന്നീടൊരു വെളിപാട് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ KPCC പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു, നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം ഇല്ലാതാകുമെന്ന്. ചരിത്ര നിഷേധത്തിൻ്റെ ഒരു പ്രസ്താവനയാണത്. അത് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെയൊരു നിലപാടെടുത്തത്? അത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം. ഒരു അനുമാനം മാത്രമാണ്. അതുകൊണ്ട് അവർ യോജിച്ച എല്ലാ പ്രക്ഷോഭത്തിൽ നിന്നും പിൻവാങ്ങി. ഇനി യോജിച്ച പ്രക്ഷോഭത്തിലില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല, യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത കോൺഗ്രസ്സുകാർക്കെതിരെ സംഘടനാ നടപടിയും ആ കാലത്ത് സ്വീകരിച്ചു. അവിടെ നിന്നില്ല. രാജ്യമാകെ ഇതിനെതിരെ പ്രതിഷേധമുയർന്നു, വൻപിച്ച പ്രതിഷേധം. നമ്മൾ സ്വീകരിച്ച ഒരുപാട് നടപടിയുണ്ട്. LDFിൻ്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നടന്ന മനുഷ്യച്ചങ്ങല നിങ്ങളിൽ പലരും പങ്കെടുത്തതായിരിക്കും. ഡൽഹിയിലാണ് വലിയ പ്രക്ഷോഭം നടന്നത്. ആ പ്രക്ഷോഭത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാർ, CPIM ജനറൽ സെക്രട്ടറി, CPI ജനറൽ സെക്രട്ടറി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനൊരു വലിയ നിര അറസ്റ്റ് ചെയ്യപ്പെട്ടു. എവിടെയെങ്കിലും കോൺഗ്രസിനെ കണ്ടോ? ഏതെങ്കിലും കോൺഗ്രസ്സുകാരനാ പട്ടികയിലുണ്ടായോ? എന്താണ് അവർക്ക് വരാൻ വിഷമമുണ്ടായത്? ഇത് പാസ്സായ ഉടനെ പിന്നെയും ഡൽഹിയിൽ പ്രക്ഷോഭം നടന്നു. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവർക്ക് നേരെ സംഘപരിവാറിൻ്റെ ആക്രമണം. ഇടതുപക്ഷ നേതാക്കൾ അവിടെ ഓടിയെത്തുന്നു. കോൺഗ്രസിൻ്റെ ആരെയും കണ്ടില്ല. അവിടെ ഡൽഹി പോലീസ് സ്വീകരിച്ച സമീപനം, അക്രമികൾക്ക് സംരക്ഷണം, ഇരകൾക്ക് നേരെ നടപടി. അവിടെ തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ CPIM ജനറൽ സെക്രട്ടറിയുടെ പേര്, സീതാറാം യെച്ചൂരിയുടെ പേര്,
ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ ആ പട്ടികയിലുണ്ടായോ? ഇതാണ് രാജ്യത്തിൻ്റെ അനുഭവം. പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പോൾ ചട്ടങ്ങൾ കൊണ്ടുവന്നു അത് നടപ്പിലാക്കാൻ. ചട്ടം വന്നപ്പോൾ നമ്മുടെ രാജ്യത്താകെ പ്രതിഷേധമുയർന്നു. ഒരു വാക്ക് അതിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നോ? കോൺഗ്രസ് പൂർണ്ണ നിശബ്ദത. എന്താ അത്? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? കോൺഗ്രസ് പ്രസിഡന്റ് മാധ്യമപ്രവർത്തകരെ കാണുന്നു. സന്ധ്യ കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം? മറുപടി, രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയുക. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് നിലപാടില്ലാതായത്? രാഹുൽ ഗാന്ധി വലിയ യാത്ര, എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഇതിനെപ്പറ്റി മാത്രം ശബ്ദമില്ല. അപ്പോൾ സമാപനത്തിലുണ്ടാകുന്ന ആൾ പ്രതീക്ഷിച്ചു, അവിടെയില്ല. ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ കേരളത്തിൽ വെച്ച് പ്രതികരിക്കും എന്ന ആളുകൾ പ്രതീക്ഷിച്ചു, അവിടെയില്ല. അവസാനം ആളുകളുടെ പ്രതീക്ഷ ഈ പ്രകടന പത്രിക ഇറക്കുമല്ലോ കോൺഗ്രസ്, അതിലേതായാലും ഉണ്ടാവും, അവിടെയില്ല. എന്താണ് കോൺഗ്രസ്സിന് പറ്റിയത്? സംഘപരിവാറിനെ തന്നെ നമുക്കറിയാം. മുസ്ലിമിനെ 2ാം തരം പൗരന്മാരായി കാണുന്നു. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കി ആ പൗരത്വം നിഷേധിക്കുന്നു. അതാണ് കാര്യം കാണേണ്ടത്. അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നത് ലോകത്തിലെ എല്ലാ പരിഷ്കൃത രാഷ്ട്രങ്ങളും ചെയ്യുന്നതാണ്. ആരും ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളെ വിഭജിക്കാറില്ല. ഇവിടെ അതാ നടന്നത്. അതുകൊണ്ടാണ് ലോകമാകെ അതിനെ തള്ളിപ്പറയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയണ്ടേ? കോൺഗ്രസ്സിലെ ഒരു പറ്റം നേതാക്കൾ അവര് സംഘപരിവാർ മനസ്സിനടിപ്പെട്ടവരാണ്. അതാണ് പ്രശ്നം. പഴയ കാലത്തെ കോൺഗ്രസിൽ നിന്ന് മാറി മാറി വന്ന ചരിത്രമൊക്കെ നമുക്കറിയാലോ. ഞാൻ ആ കഥകളിലേക്കൊന്നും ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. പക്ഷേ പാലസ്തീൻ പ്രശ്നം, അവിടെ നമ്മുടെ രാജ്യത്ത് പ്രധാനമന്ത്രി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൂടെ നിർത്തിയത് യാസർ അറാഫത്തിനെയായിരുന്നു. കൃത്യതയാർന്ന നിലപാട്. പാലസ്തീനെ മാത്രമേ അംഗീകരിക്കൂ, ഇസ്രയേലിനെ അംഗീകരിക്കാത്ത രാഷ്ട്രം. ദീർഘകാലം അംഗീകാരമില്ലാതെ ഇന്ത്യ അംഗീകരിക്കാത്ത രാഷ്ട്രമായി ഇസ്രയേൽ നിന്നു. എപ്പോഴാ അതിന് മാറ്റം? കാലം മാറുന്നു. നെഹ്റു, പിന്തുടർച്ചക്കാർ, അങ്ങനെ നരസിംഹറാവുവിലെത്തുന്നു. നരസിംഹറാവു പലതും ചെയ്ത ആളാണല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷ പ്രതീകം സംഘപരിവാറാണ് തകർത്തത്. പക്ഷേ സഹായവും ഒത്താശയും എല്ലാം നരസിംഹറാവുവിൻ്റെ വകയായിരുന്നില്ലേ പ്രധാനമന്ത്രി എന്ന നിലക്ക്? ഇസ്രയേലിനെ ആദ്യമായും അംഗീകരിക്കുന്നത് നരസിംഹറാവുവാണ്. അതാണ് പിന്നെ തുറന്നു വന്നത്. പിന്നീടുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ആ നയത്തിൽ തന്നെ പോയി. BJP ഗവൺമെൻറ്റും ആ നയം സ്വീകരിച്ചു. ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്
നേരത്തെ ഇപ്പോഴത്തെ പ്രശ്നം പാലസ്തീൻ പ്രശ്നം ഉടലെടുത്തപ്പോൾ ഞങ്ങൾ ഇന്ത്യ ഇസ്രയേലിനോടൊപ്പമാണ് എന്ന് പരസ്യമായി പറഞ്ഞു. നരസിംഹറാവു തുടങ്ങി വെച്ചത് മോദിയിലെത്തിയപ്പോൾ അവസാനിച്ചത് അങ്ങനെയാണ്. പാലസ്തീനെ പൂർണ്ണമായും തള്ളിപ്പറയുന്ന അവസ്ഥ. ഇത് കോൺഗ്രസിൽ വന്ന മാറ്റമാണ്. ഓരോ പ്രശ്നങ്ങളിലും അത് കാണാം. സംഘപരിവാർ മനസ്സ്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലടക്കം അക്ഷരം അതിനെക്കുറിച്ച് ഉരിയാടാത്തത്. ചോദിച്ചപ്പോൾ എല്ലാം പറയേണ്ടതില്ല എന്നാണ്. ഇന്ന് രാജ്യത്ത് കത്തി നിൽക്കുന്ന പ്രശ്നം അറിയില്ലേ കോൺഗ്രസ്സിന്? ആസാമിലെ പ്രധാന പാർട്ടിയല്ലേ കോൺഗ്രസ്? ആസാമിലെ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കിയപ്പോൾ 19 ലക്ഷം പേരുടെ ഇന്ത്യൻ പൗരത്വമാണ് ഇല്ലാതായത്. ഇതാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം. എന്താ പൗരത്വം ഇല്ലാതാകാൻ കാരണം? ആ ഇല്ലാതായവർ മുഴുവൻ മുസ്ലിമല്ല. മുസ്ലിമുണ്ട്, മറ്റു മതസ്ഥരുമുണ്ട്, എല്ലാ മതസ്ഥരുമുണ്ട്. എന്താ കാര്യം? എല്ലാവർക്കും ഇതിൻ്റെ ഭാഗമായി തെളിവ് കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ പൗരത്വത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അന്വേഷണം വരുമ്പോൾ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. കേരളമല്ല, ഇന്ത്യ ആകെ. ജനന സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത കോടാനുകോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏത് സർട്ടിഫിക്കറ്റാണ് അവർ ഹാജരാക്കുക? കുടുംബ വിവരം ഹാജരാക്കണം. അച്ഛൻ്റെ പേര്, ജന്മസ്ഥലം, മറ്റു വിവരങ്ങൾ എല്ലാം കൊടുക്കണം. പോരാ കേട്ടോ, അച്ഛൻ്റെ പേരും ജന്മതീയതിയും ജന്മസ്ഥലവും എല്ലാം കൊടുക്കണം. വിദ്യാസമ്പന്നർ നല്ല നിലയിലുള്ളതാണല്ലോ കേരളം. കേരളത്തിൽ എല്ലാവർക്കും ഇത് കൊടുക്കാൻ കഴിയും? അച്ഛൻ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ എല്ലാവരുടെയും വിവരങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടോ? നല്ലൊരു ഭാഗം ആളുകളുടെ കയ്യിൽ ആ വിവരം ഉണ്ടാവില്ലല്ലോ. നിങ്ങൾ പുറത്താകുന്നു. എവിടുന്ന്? രജിസ്റ്ററിൽ നിന്ന്, പൗരത്വ രജിസ്റ്ററിൽ നിന്ന്. അങ്ങനെ പുറത്തായ ഒരാളുടെ കഥ വേദനയോടെ ഇന്ത്യ കേട്ടിട്ടുണ്ട്. കാർഗിൽ സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായി പോയി പടപൊരുതിയ സേനാനി. അദ്ദേഹത്തിൻ്റെ വീരത്വം മാനിച്ച് പുരസ്കാരം ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തു. നാട്ടിലെത്തി, പൗരത്വം നഷ്ടപ്പെട്ടു. നമ്മുടെ രാജ്യം അംഗീകരിച്ച് പുരസ്കാരം കൊടുത്ത സൈനികൻ്റെ പൗരത്വമാണ് നഷ്ടപ്പെട്ടത്. ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയണ്ടേ? അഭിപ്രായമില്ല. സംഘപരിവാറിൻ്റെ അതേ നിലപാടിൽ കോൺഗ്രസും നിൽക്കുന്നു. ഇതാണ് നാം കാണേണ്ട കാര്യം. വ്യത്യസ്ത പാർട്ടികൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളെല്ലാം, മതനിരപേക്ഷത അംഗീകരിക്കുന്നവരെല്ലാം BJPക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നവരെല്ലാം പൗരത്വ നിയമ ഭേദഗതി അംഗീകരിക്കുന്നില്ല, പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തേ കോൺഗ്രസിന് അങ്ങനെ പറയാൻ കഴിയാത്തത്? ഇപ്പോൾ 2 ദിവസം മുൻപ് CPIMൻ്റെ പ്രകടന പത്രിക ഇറക്കിയല്ലോ. അതിൽ പറഞ്ഞല്ലോ കൃത്യമായി എല്ലാവരും ഈ നിലപാടിലാണ്. ഇതൊരു ഭാഗം. മതനിരപേക്ഷത എങ്ങനെയൊക്കെ അപകടപ്പെടുന്നു എന്നുള്ളത്. നമ്മുടെ രാജ്യം നല്ല രീതിയിൽ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് എന്നാണ്
നമ്മളൽപ്പം ഊറ്റം കൊണ്ട് തന്നെ പറയാറുള്ളത്. ലോകത്ത് ഏറ്റവും വലിയ ജനാധിപത്യം ഇന്ത്യയിലാണ് എന്ന് വരെ നമ്മളെ ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ എന്താ സ്ഥിതി? ജനാധിപത്യ വ്യവസ്ഥ അപകടപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥ അപകടപ്പെടുന്നു. ഈ കാര്യത്തിൽ ഉത്കണ്ഠ ലോകരാഷ്ട്രങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മളുമായി വിരോധമുള്ളവരല്ല. അമേരിക്കയെപ്പോലെ ജർമ്മനിയെപ്പോലെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യയുടെ വിരോധികളാണ് എന്ന് പറയാൻ കഴിയില്ല. പല കാര്യങ്ങൾക്കും അവരോടൊപ്പം ഇന്ത്യയെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ഇതിനെ അംഗീകരിക്കുന്നില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അംഗീകരിക്കുന്നില്ല. എന്താ? അവർ കാണുകയാണ് നീതിന്യായ വ്യവസ്ഥയുടെ അവസ്ഥ. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥക്ക് വലിയ തോതിൽ പോറലേൽക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയുടെ പോറൽ എങ്ങനെയാ? ജനാധിപത്യത്തിൻ്റെ ശക്തിസ്തംഭങ്ങളുണ്ട്. ആ വ്യവസ്ഥയുടെ പ്രത്യേകത. ഇപ്പം നമ്മുടെ രാജ്യമെടുത്താൽ ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ മുതിർന്ന ജസ്റ്റിസുമാർ സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളുമായി സംസാരിച്ചില്ലേ? ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യം നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു എന്ന ആശങ്കയാണ് ആ ഘട്ടത്തിൽ അത് ഉയർത്തിയത്. പല ഘട്ടങ്ങളിലും നാം കണ്ടു ജുഡീഷ്യറിയെ കാൽ കീഴിൽ കൊണ്ടു നിർത്താൻ, കൈപ്പിടിയിൽ ഒതുക്കാൻ ഗവൺമെൻറ് നടത്തുന്ന നീക്കങ്ങൾ. വലിയ പ്രതിഷേധമുയർന്നു. പല ഘട്ടങ്ങളിലും സുപ്രീം കോടതി തന്നെ അതിനെതിരെ പ്രതികരിച്ചു. ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ സ്വതന്ത്രാവസ്ഥ, അവയുടെ നിഷ്പക്ഷത എല്ലാം ഇല്ലാതാക്കാനാണ് നീക്കം. എല്ലാം സംഘപരിവാറിൻ്റെ കയ്യിലൊതുങ്ങണം. മുഴുവൻ സംഘപരിവാറിൻ്റെ കാൽ കീഴിലാകണം. ആ നിലയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നീതിന്യായ വ്യവസ്ഥ എവിടെയെത്തി? നമ്മുടെ രാജ്യത്ത് ഒരു സംസ്ഥാന മുഖ്യമന്ത്രി ഇപ്പോൾ ED അറസ്റ്റ് ചെയ്ത് ജയിലിലാണ്. അദ്ദേഹം കോടതിയുടെ മുൻപാകെ ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം തന്നെ നേരിട്ട് പറയായിരുന്നു, എനിക്കെതിരെ ഒരു തെളിവുമില്ല, ഇത് കെട്ടിച്ചമച്ചതാണ്, ഗൂഢാലോചനയാണ്, വെറുതെ പറഞ്ഞു പോവുകയല്ല അദ്ദേഹം ചെയ്തത്. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. ED എടുത്ത കേസിൽ ഒരു ശരത്ചന്ദ്ര റെഡ്ഡി, ഒരു വ്യവസായിയാണ്. അദ്ദേഹത്തെ 2022 നവംബറിൽ അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബം വ്യവസായ കുടുംബമാണ്. അച്ഛനും വ്യവസായിയാണ്. മകന് ജാമ്യം കിട്ടാൻ വേണ്ടി അച്ഛൻ ഇടപെട്ടു. അച്ഛൻ BJPയെ സമീപിച്ചു. ഇലക്ടറൽ ബോണ്ട് BJPക്ക് നൽകാൻ തീരുമാനിച്ചു. 2023 മെയ് ആയപ്പോൾ ജാമ്യാപേക്ഷയെ എതിർക്കാത്ത അവസ്ഥയായി. അദ്ദേഹം ഇറങ്ങി വന്നു. അതിലെ ഇലക്ടറൽ ബോണ്ട് മാത്രമല്ല,
ഇലക്ട്രൽ ബോണ്ട് ഒരു ഭാഗമേ ആകുന്നുള്ളൂ. 55 കോടി രൂപയാണ് ഇവരുമായി ബന്ധപ്പെട്ട 4 കമ്പനികൾ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ നൽകിയത്. പക്ഷെ അതോടൊപ്പം ഒരു വ്യവസായിയായ ആള് ജയിലിൽപ്പെട്ടാലുണ്ടാകുന്ന അവസ്ഥ ആലോചിക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ മേലെ സമ്മർദ്ദം നിങ്ങൾ ഒഴിവാക്കാം, മാപ്പുസാക്ഷിയാകണം, കെജ്രിവാളിനെതിരെ പറയണം. അങ്ങനെ മാപ്പുസാക്ഷിയായി അദ്ദേഹം കൊടുത്ത മൊഴി, ആ മൊഴി മാത്രമാണ് എനിക്കെതിരെയുള്ള ഏക തെളിവ് എന്ന് കെജ്രിവാൾ കോടതി മുൻപാകെ പറഞ്ഞു. ലോകമാണ് ഞെട്ടിയത്. എന്താണിത് അവസ്ഥ? എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? ഒരു തെളിവുമില്ലാതെ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുകയാണോ? അതാണ് ലോകം ചോദിച്ച ചോദ്യം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നു. കഴിഞ്ഞ 31-ന് ഡൽഹിയിൽ നല്ല 10,000 പങ്കെടുത്ത റാലിയാണ് നടന്നത്. വലിയ ആൾക്കൂട്ടം. രാംലീല മൈതാനത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്രയും ആളുകൾ. എല്ലാവരും ഉണ്ടായി അതിൽ. കോൺഗ്രസിൻ്റെ നേതൃനിരയാകെ അതിനകത്ത് കണ്ടു. ആ റാലി ഇത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികൾ സ്വീകരിച്ച BJPക്കും BJP സർക്കാരിനുമെതിരെയുള്ള കനത്ത താക്കീതായി മാറി. അത് BJPക്കെതിരെയുള്ള താക്കീത് മാത്രമാണോ? നല്ല അനുഭവ പാഠം കോൺഗ്രസിനും അത് സമ്മാനിച്ചു. എന്താ കോൺഗ്രസിൻ്റെ പ്രശ്നം? നമ്മുടെ രാജ്യത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ CBI, ED, കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം, ഇപ്പോൾ അടുത്ത കാലത്ത് ഇൻകം ടാക്സ്, ഇങ്ങനെ പലര് രാജ്യമാകെ വലവീശി നടക്കുകയാണ്. എല്ലാം BJP ഇതര പ്രതിപക്ഷ പാർട്ടികളുടെയും അവയുടെ നേതാക്കളെയും പ്രവർത്തകരെയും പിടികൂടാനാണ്. ഇതിൽ ഒരു കൂട്ടർ ഇത്തരം ഏജൻസികളുടെ നടപടികൾക്കിരയായവർ കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസിൻ്റെ ആളുകൾക്കെതിരെ അത്തരം നടപടികൾ വരുമ്പോൾ അതിനെ എതിർത്തിട്ടുണ്ട്. കോൺഗ്രസിനെതിരെ മാത്രമല്ലല്ലോ നടപടി. പക്ഷേ കോൺഗ്രസിൻ്റെ ആൾക്കാർക്ക് നേരെയുള്ള നടപടിയെ എതിർക്കുന്ന കോൺഗ്രസ് ഇതര പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ കേന്ദ്ര അന്വേഷണ ഏജൻസി വലവീശുമ്പോൾ സ്വീകരിക്കുന്ന സമീപനം എന്താ? അത്തരം കാര്യങ്ങളിൽ ആ അന്വേഷണ ഏജൻസിയോടൊപ്പമാണ് കോൺഗ്രസ്. ഇതിനിരയാകുന്നവരുടെ കൂടെയല്ല, അന്വേഷണ ഏജൻസിയുടെ കൂടെ നിൽക്കും. അതിൻ്റെ ഏറ്റവും വലിയ ജീവിക്കുന്ന തെളിവാണ് കെജ്രിവാൾ. ഒരു വർഷം മുൻപാണ് ഈ കേസ് ED ഇടപെടുന്നത്. ആ EDക്ക് വരാനുള്ള സൗകര്യമൊരുക്കിയത് കോൺഗ്രസ്സാണ് ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത്. ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, പോലീസിൽ പരാതി കൊടുക്കുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ പോലീസ് ആ പരാതിയിന്മേലെ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. കാരണം അപ്പോൾ EDക്ക് വരാം. അതിൻ്റെ ഭാഗമായി ED എത്തുന്നു. ED വന്ന് ആദ്യം അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. അതിനെ
ആ നീക്കത്തെ രാഷ്ട്രീയ പാർട്ടികൾ എതിർത്തു, മറ്റുള്ളവർ എതിർത്തു. എന്താണ് കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? കോൺഗ്രസ് അപ്പോൾ പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളെ അറസ്റ്റ് ചെയ്യുന്നില്ല? കെജ്രിവാളല്ലേ ഇതിൻ്റെ മുഖ്യ സൂത്രധാരകൻ. എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കേസില്ല? ഇതാണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. ഇപ്പോഴെങ്കിലും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഘട്ടത്തിലെങ്കിലും ആ മഹാറാലിയിൽ കോൺഗ്രസിൻ്റെ നേതൃനിരയാകെ വന്നത് നല്ല കാര്യം, സ്വാഗതാർഹമായ നിലപാട് തന്നെ. പക്ഷേ ഒരു വാചകം കൂടി പറയായിരുന്നു, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി എന്ന് പറയാനുള്ള രാഷ്ട്രീയ ആർജവം കാണിക്കാമായിരുന്നു. പോട്ടെ, നിങ്ങളിന്നത് പ്രതീക്ഷിക്കണ്ട. എന്നാൽ അതിനനുസരിച്ചുള്ള നിലപാടിൽ നിങ്ങളിൽ മാറ്റമുണ്ടോ? മാറ്റമുണ്ടെങ്കിൽ കേരളത്തിൽ കിഫ്ബിക്കെതിരെ ED സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിൽ നിങ്ങൾ ഈ സമീപനം തുടരുമോ? എന്ത് തെറ്റാണ് കിഫ്ബി ചെയ്തത്? നമ്മുടെ നാട് വലിയ തോതിലുള്ള വികസനം ആഗ്രഹിക്കുന്നു. തെറ്റാണോ അത്? കാലാകാലമായി പിന്തള്ളപ്പെട്ടു പോയൊരു പ്രദേശം, ആ പ്രദേശത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് വരണം. വിവിധ മേഖലകൾ കാലാനുസൃതമാകണം. നമുക്ക് ആവശ്യത്തിന് പണമില്ല. നമ്മുടെ ഖജനാവ് അത്രമാത്രം സമ്പന്നമല്ല. അപ്പോൾ സാധാരണ ബജറ്റിൻ്റെ മാർഗത്തിലൂടെ മാത്രം നമ്മുടെ വികസന പ്രശ്നങ്ങൾ ആകെ പരിഹരിക്കാനാവില്ല. അപ്പോൾ പുതിയൊരു ധനസ്രോതസ് കണ്ടെത്തണം. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ കിഫ്ബിയെ 2016 LDF സർക്കാർ വന്നപ്പോൾ പുനർജീവിപ്പിക്കുന്നത്. അന്ന് പറഞ്ഞത് 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസന പദ്ധതികൾ കിഫ്ബി മുഖേന ഏറ്റെടുക്കുമെന്നായിരുന്നു. ആ ഘട്ടം 2021 ആയപ്പോൾ നമ്മൾ കണ്ടു 50 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുക്കാൻ തയ്യാറായത്. ഇപ്പോൾ അത് 80-ലാണ്, 80,000 കോടിയിലേക്ക്. ഇത് മുഴുവൻ നാട്ടിൽ കാണുകയല്ലേ? സ്കൂളുകളായി, ആശുപത്രികളായി, റോഡിൻ്റെ വികസനം, പാലങ്ങളുടെ വികസനം, നമ്മുടെ ഓവർബ്രിഡ്ജുകൾ, വിവിധ പദ്ധതികൾ. ഒരു ഭാഗത്ത് മലയോര ഹൈവേ, വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ, നമ്മുടെ ജലപാത, ഇടപെട്ടുള്ള ടൂറിസ്റ്റ് സെൻ്ററുകൾക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ, നമ്മുടെ നാഷണൽ ഹൈവേയുടെ ഭൂമി ഏറ്റെടുക്കുന്നതിന് നാം പണം നൽകണമെന്ന് പറഞ്ഞപ്പോൾ 5,600 കോടി രൂപ കിഫ്ബിയിലൂടെയാണ് നമ്മൾ വാങ്ങിയത്. കിഫ്ബിയാണ് തന്ന് സഹായിച്ചത്, അതാണ് നമ്മൾ കൊടുത്തത്. ഇങ്ങനെ എല്ലായിടവും കിഫ്ബിയുടെ കയ്യൊപ്പ് കാണാം. എന്താണ് അതിനെതിരെ പ്രതിപക്ഷം നീങ്ങാൻ കാരണം? എന്താ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്? ED പുറപ്പെട്ടപ്പോൾ ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ, എന്താണ് ഇത്ര വൈകിയത് എന്നല്ലേ ചോദ്യം. ഇതാണോ സ്വീകരിക്കേണ്ട സമീപനം? ഇപ്പോൾ അന്നത്തെ ധനമന്ത്രി എന്ന നിലക്ക് സഖാവ് തോമസ് ഐസക്കിനെതിരെ ED നോട്ടീസ് അയക്കുന്നു. അതിനോട് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം എന്താ? ഈ പറയുന്ന ഡൽഹി റാലിക്ക് ശേഷവും കേരളത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം അന്ന് ധനമന്ത്രിയായ തോമസ് ഐസക്കാണ് എന്ന് പറയാൻ പ്രതിപക്ഷ നേതാവിന് ഒട്ടും നാണമില്ല.
ഇതല്ലേ അവസ്ഥ? പച്ചയായി ഇഡിയുടെ കൂടെ നിൽക്കുകയല്ലേ? വല്ല മാറ്റമുണ്ടോ നിങ്ങൾക്ക്? ഇത്തരത്തിലുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത്? ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ജനാധിപത്യ വ്യവസ്ഥ തകർക്കുന്നു. വേറൊരു ഭാഗത്ത് സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിൻ്റെ മേലെയാണ് കൈവെക്കുന്നത്. നമുക്ക് ഇവിടെ പല കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ നാനാത്വത്തിൽ ഏകത്വം, ഈ വൈവിധ്യമാണ് തകർക്കാൻ നോക്കുന്നത്. ക്രൈസ്തവ സഭയുടെ, കത്തോലിക്ക സഭയുടെ മുഖ പ്രസിദ്ധീകരണമാണ് സത്യദീപം. അവർ ഒരു മുഖലേഖനം എഴുതുകയുണ്ടായി കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ്. അതിലവർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കി. ആ ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെതിരാണെന്നാണ് പൊതുവെയുള്ള ധാരണ. എന്നിട്ട് അവർ പറഞ്ഞു, അത് മുസ്ലിമിന് മാത്രം എതിരല്ല, ഈ രാജ്യത്ത് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ആ വിഭാഗങ്ങൾക്ക് ഓരോന്നിനും വൈവിധ്യമാർന്ന സംസ്കാരം, നിലപാടുകൾ, വ്യക്തി നിയമങ്ങൾ, ഇതെല്ലാമുണ്ട്. ഈ വ്യക്തി നിയമങ്ങളെ ആകെ ഏകീകരിക്കാനാണ് പുറപ്പെട്ടിട്ടുള്ളത്. അത് മുസ്ലിമിനെ മാത്രം ബാധിക്കുന്നതല്ല, ഇങ്ങനെയുള്ള എല്ലാ വിഭാഗത്തെയും ബാധിക്കുന്നതാണ്. നാനാത്വത്തിലെ ഏകത്വം നഷ്ടപ്പെടുന്നതാണ്. വളരെ ശരിയായ നിലപാടാണത്, സ്വാഗതാർഹമായ നിലപാടാണത്. ഇതാണ് സ്വീകരിച്ചു പോകുന്നത്. രാജ്യത്തിൻ്റെ ഒരുമയും ഐക്യവും തകർക്കാനുള്ള നീക്കം, ദേശീയോദ്ഗ്രഥനം തകർക്കാനുള്ള നീക്കം, സർവോപരി രാഷ്ട്രത്തെ തന്നെ അപകടത്തിലാക്കാനുള്ള നീക്കം, ഇതാണ് BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണല്ലോ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റുക. അതിനാണല്ലോ ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത്. ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ BJP ആണ് ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചത്. BJP സമ്പാദിച്ചത് 8251 കോടി. എന്നാൽ കോൺഗ്രസ് തൊട്ട് പുറകിലുണ്ട്. കോൺഗ്രസ് 1952 കോടി. അപ്പോൾ കോൺഗ്രസ് ആ പണം സന്തോഷപൂർവ്വം കൈപ്പറ്റി, ഒരു പ്രയാസവും അവർക്കുണ്ടായില്ല. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വന്നപ്പോൾ ആ ഇലക്ട്രൽ ബോണ്ടിനെ തള്ളിപ്പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഞങ്ങൾ ചില്ലിക്കാശ് ഇതിൻ്റെ ഭാഗമായി കൈപ്പറ്റില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറഞ്ഞു. മാത്രമല്ല, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സുപ്രീം കോടതിയിൽ ഇതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്ത് കേസ് കൊടുത്തു. ആ കേസ് ഗൗരവമായി സുപ്രീം കോടതി എടുത്തു. വിശദമായി വാദം നടന്നു. അവസാനം കോടതി വിധി വന്നു, ഇത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും പുറത്തു വിടണം, വിശദാംശം നാട്ടുകാരറിയണം. അത് തടസ്സപ്പെടുത്താൻ വലിയ ശ്രമം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് എന്താ തടസ്സം? യഥാർത്ഥത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ച നിലപാടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലൂടെ പുറത്തു വന്നത്.
കാര്യങ്ങൾ പുറത്തറിയരുത്. ഇപ്പോൾ വന്നല്ലോ, കാര്യങ്ങൾ പുറത്ത് വന്നല്ലോ. കാര്യങ്ങൾ പുറത്ത് വന്നപ്പോൾ കോൺഗ്രസിൻ്റെ നില എന്താ? ബി ജെ പിയുടെ ഭാഗം അവിടെ നിൽക്കട്ടെ, അവർ ഏറ്റവും കൂടുതൽ പണം കൈപ്പറ്റി രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ ഈ പണം ഉപയോഗിച്ച് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ ചില കാര്യങ്ങളും ഇക്കൂട്ടത്തിൽ പുറത്തു വന്നല്ലോ. ഇപ്പം സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തുള്ള ചില കമ്പനികൾ അത് കോൺഗ്രസുമായിട്ട് എന്താ ബന്ധം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും. പക്ഷേ DLF റിയൽ എസ്റ്റേറ്റ് ഭീമനാണ്. അവർക്ക് നേരെ 2018 ഹരിയാനയിലൊരു കേസുണ്ടായി. ആ കേസ് റിയൽ എസ്റ്റേറ്റ് ഇടപാടിൽ വലിയ അഴിമതിയും വഞ്ചനയും കാണിച്ചു എന്നായിരുന്നു. നല്ല ശക്തമായ നടപടികൾ ED മറ്റും എടുത്തു പോവുകയാണ്. 2023 ആയപ്പോൾ BJP സർക്കാരിൻ്റെ കോടതിയിലെ മൊഴി ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല, DLFൻ്റെ ഇടപാടിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്ന മൊഴി കൊടുക്കുകയാണ്. അപ്പോഴേക്ക് 170 കോടി രൂപ BJPയുടെ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കയ്യിലെത്തി. ഇത് BJPക്ക് കിട്ടി. എന്നാൽ ഇതിലൂടെ രക്ഷപ്പെടുന്നത് DLF എന്ന റിയൽ എസ്റ്റേറ്റ് ഭീമൻ മാത്രമല്ല, ആ കമ്പനിയുമായി ബന്ധപ്പെട്ടൊരു പേരുണ്ട്. ഏറ്റവും അധികം രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടൊരു പേര്. അദ്ദേഹത്തിനെതിരെയും കേസ് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അത് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെതിരെയാണ്. അതിൻ്റെ ഗുണഫലം അനുഭവിച്ചയാൾ ഒന്ന് അദ്ദേഹവും അതിലൂടെ കോൺഗ്രസുമാണ്. എങ്ങനെയുണ്ട്? BJPയും കോൺഗ്രസും തമ്മിലുള്ള കളി അതാലോചിച്ചാൽ മതി. ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ, കേരളത്തിൽ ആ പേരറിയാത്തവർ കുറവാണല്ലോ, കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ പേരറിയാത്തവർ ചുരുക്കമാണ്. അദ്ദേഹത്തിൻ്റെ കമ്പനി വലിയ തുക ഈ പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടായിട്ട് നൽകി. അതിൽ 50 കോടി കോൺഗ്രസിനും കിട്ടി. 50 കോടി കോൺഗ്രസ് വാങ്ങി കയ്യിൽ വെച്ചു. ഇപ്പോൾ കേരളത്തിൽ അത് വലിയ വിവാദമായി. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് ന്യായങ്ങൾ അദ്ദേഹം നിരത്തുകയാണ്. ഒരു ഘട്ടത്തിലും വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എല്ലാം നാട് കണ്ടതാണല്ലോ, എല്ലാം നാട് കേട്ടതാണല്ലോ. ഇമാതിരി ന്യായങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ പരിഹാസ്യമാവുക എന്നല്ലാതെ ജനങ്ങൾക്കാർക്കെങ്കിലും അത് ബോധ്യമാവൂ? എന്താണ് BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസമെന്നത് നമ്മൾ നോക്കണം. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ BJPയുടെ ഒരു രാജ്യസഭാംഗം ആന്ധ്രാപ്രദേശിൽ ചിന്നഗുണ്ട മുനിസ്വാമി രമേശ് രാജ്യസഭാംഗം മാത്രമല്ല, വലിയ വ്യവസായിയാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ് ഇർത്തിക് പ്രോജക്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് കോൺഗ്രസിനോടൊരു സ്നേഹം, ഒരു പാർട്ടി നന്നാവട്ടെ എന്ന്, ഇതിന് കുറച്ച് പൈസ കൊടുക്കണ്ടേ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കമ്പനി 30 കോടി രൂപ ഈ ഇലക്ട്രൽ ബോണ്ട് ഇനത്തിൽ കോൺഗ്രസ്. എങ്ങനെയുണ്ട്? BJPയുടെ നേതാവ് MP, രാജ്യസഭാ MP,
അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് 30 കോടി രൂപ കോൺഗ്രസ്സിന് നൽകുന്നത്. പണ്ട് ഒരു ചൊല്ലില്ലേ, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞ്, ആ രീതിയാണല്ലോ. പണം ഇങ്ങ് പോരട്ടെ. പക്ഷെ എന്താണ് അതിൻ്റെ പിന്നിൽ? തൊട്ടു പിന്നാലെ കാര്യം വ്യക്തമായി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെൻറ്, അവരുടെ മുന്നിൽ ഈ കമ്പനി ഒരപേക്ഷ, ഒരു വൈദ്യുത നിലയം വേണം, നേരെ ഈ കമ്പനിക്ക് അനുവദിച്ചു. എങ്ങനെയുണ്ട്? എന്താ വ്യത്യാസം BJPയും കോൺഗ്രസും തമ്മിൽ? ഇതാണ് നാം കാണേണ്ട കാര്യം. നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ BJPയുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു എന്താണ് കാണുന്നത്? സംഘപരിവാർ മനസ്സുണ്ട്, ജനവിരുദ്ധമായ നിയമങ്ങളുടെ കാര്യമുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ, നേരത്തെ സഖാവ് ആരിഫ് പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ അനുഭവം, ഞാനത് ആവർത്തിക്കുന്നില്ല. ലോക്സഭയിലുണ്ടായ അനുഭവം. ജനവിരുദ്ധമായ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കണ്ടേ? അതിനെതിരെ നിൽക്കണ്ടേ? അതിനെതിരായിട്ടല്ലാലോ കോൺഗ്രസ് നിന്നത്. എവിടെ അവരെ കണ്ടില്ലാലോ. എത്രയെത്ര അനുഭവം. കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നിലയല്ലേ സ്വീകരിക്കുന്നത്? ആ പ്രശ്നം പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ ഇപ്പോൾ നമ്മുടെ LDFൻ്റെ ഭാഗമായ 2 MPമാരുണ്ട്. സഖാവ് ആരിഫും കോട്ടയത്തെ MP തോമസ് ചാഴിക്കാടൻ. അത് കഴിഞ്ഞുള്ള 18 പേര് ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന് എന്തെങ്കിലും പ്രശ്നം ഉന്നയിച്ചോ? എല്ലാറ്റിലും കേരളത്തിനെതിരായ നിലപാടല്ലേ? നമ്മുടേതായ പ്രശ്നങ്ങൾ കേരളത്തിൽ ഇവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞോ? ഇതാണ് നാം ഓർക്കേണ്ട കാര്യം. കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വിലയിരുത്തുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ. ആ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ 20-ൽ 18 പേര് നമ്മുടെ നാടിനെതിരായും ജനങ്ങളുടെ വികാരത്തിനെതിരായും കേരളത്തിലെ ജനങ്ങൾക്കെതിരായുമുള്ള നിലപാട് സ്വീകരിച്ചവരാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവോടെയാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. അതാണ് കോൺഗ്രസിനെ UDFനെ വല്ലാതെ വിറളി കൊള്ളിക്കുന്നത്. മറ്റവർക്ക് കേരളത്തിൽ സ്ഥാനമേ ഇല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈ നാട്ടിൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രത്തിന് ഇടമില്ല. നേരത്തെ തള്ളിയതാണ്. BJPയെ നല്ല രീതിയിൽ തന്നെ ജനം തള്ളുകയാണ്. എന്നാൽ ജനം അവരുടെ അനുഭവത്തിലൂടെ കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. അതിൻ്റെ ഭാഗമായി LDFന് വലിയ സ്വീകാര്യതയാണ് പൊതുവെ ഉയർന്നു വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ ആകെ ചിത്രം ഇതാണ്. ഇവിടെ അഭിമാനകരമായ പങ്കാണ് സഖാവ് ആരിഫ് പാർലമെൻറ്റ് അംഗമെന്ന നിലക്ക് നിർവഹിച്ചിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും ആരിഫിൻ്റെ ശബ്ദം അവിടെ മുഴങ്ങിയിട്ടുണ്ട്. ഒറ്റക്കാണെങ്കിലും കേരളത്തിൽ നിന്ന് ഒറ്റക്കുള്ള ആ ശബ്ദം അവിടെ ഉയർന്നിട്ടുണ്ട്. ഒറ്റക്കായതുകൊണ്ട് ഉയരുന്ന ശബ്ദത്തിന് പരിമിതിയുണ്ടെന്ന് നമുക്കറിയാം. കാരണം ബാക്കിയുള്ളവർ ശബ്ദിക്കാനില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷമമുണ്ടല്ലോ. 18-ൽ 2 ആകുമ്പോൾ ആ 2ൻ്റെ ശബ്ദത്തിന് പരിമിതിയുണ്ടല്ലോ. ആ പരിമിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ആകാവുന്നത്ര ഉച്ചത്തിൽ തന്നെ എതിർക്കേണ്ടതിനെല്ലാം എതിർത്തു പോയിട്ടുണ്ട്. അപ്പോൾ ആരിഫിനെ തിരഞ്ഞെടുത്ത് അയച്ചവരുടെ മനസ്സിന് നല്ല കുളിർമ, നന്നായി, നല്ല നിലപാട്, ഇതാണ് വേണ്ടത് എന്ന ചിന്ത എല്ലാവർക്കും. അത് നമുക്ക് തുടരാൻ കഴിയണം. അഭിമാനകരമായ ആ പ്രവർത്തനം ആരിഫിന്
LDFിൻ്റെ പാർലമെൻറ്റ് അംഗമെന്ന നിലക്ക് തുറന്നും നടത്താനുള്ള അവസരമൊരുക്കണം. ആരിഫിൻ്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളം, അരിവാൾ ചുറ്റിക നക്ഷത്രം